ദുഃഖം സഹിക്കാനാവാതെ ചിത്രാംഗത ബോധം കെട്ടു വീണു. കുറച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് അവൾ നാഗകന്യകയായ ഉലൂബിയെ മനസ്സിൽ ധ്യാനിച്ച് തങ്ങളുടെ ഭർത്താവായ അർജുനെ ജീവിപ്പിക്കാനായി പ്രാർത്ഥിച്ചു. ഉലൂബി ഉടനെ അവിടെ പ്രത്യക്ഷപ്പെട്ടു. മകൻ ജീവിച്ചില്ലെങ്കിലും അത്രയ്ക്ക് ദുഃഖമില്ലെന്നും ഭർത്താവിനെക്കുറിച്ച് മാത്രമാണ് തന്റെ മനസ്സിലെ ഇപ്പോഴത്തെ വേദനയെന്നും ചിത്രാംഗത കണ്ണീരോടെ ഉലൂബിയെ അറിയിച്ചു. തന്റെ സപത്നിയോട് അപ്രകാരം പറഞ്ഞ് അവൾ ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് വീണ്ടും കരയുവാൻ തുടങ്ങി. ചിത്രാംഗത: അല്ലയോ ഉലൂബി, നീ പുത്രനെ കൊണ്ട് എന്റെ പതിയെ കൊല്ലിച്ചു. നീ അവനെ ജീവിപ്പിച്ചില്ലെങ്കിൽ ഇന്നു തന്നെ ഞാൻ ജീവൻ കളയുന്നതാണ്. ദേവി, ഞാൻ പതിയും പുത്രനും മരിച്ചവളായിരിക്കുന്നു. ഞാൻ നിന്റെ മുമ്പിൽ വെച്ച് പ്രായോപവേശം ചെയ്യുകയാണ്. ബഭ്രുവാഹനൻ ബോധമുണർന്നെഴുന്നേറ്റപ്പോൾ അച്ഛന്റെ പാദം പിടിച്ചിരിക്കുന്ന അമ്മയെ കണ്ട് അച്ഛനെ കൊന്നതോർത്തും അമ്മയുടെ ദുഃഖം കണ്ട് സഹിക്കാനാവാതെയും അവൻ ഹൃദയം തകരുന്ന വിധത്തിൽ വിലപിക്കാൻ തുടങ്ങി. പിതാവിനെ കൊന്ന പാപത്തിന് പ്രായശ്ചിത്തമില്ലെന്നും പറഞ്ഞ് അവനും സ്വയം മരിക്കാനായി തീരുമാനിച്ചു. ഉടനെ ഉലൂബി മൃതസഞ്ജീവനി മണിയെ ധ്യാനിച്ചു. അത് അപ്പോൾ തന്നെ അവളുടെ കയ്യിലെത്തി. ഉലൂബി ബഭ്രുവാഹനനോട് പറഞ്ഞു: ഉണ്ണി, നീ ദുഃഖിക്കാതെ എഴുന്നേൽക്കുക. നീ അർജുനനെ ജയിച്ചിട്ടില്ല. ഒരാൾക്കും ഇവനെ ജയിക്കാനാവില്ല. ഇന്ദ്രാദികളായ ദേവന്മാർക്കും സാധ്യമല്ല. ഞാനൊരു മായ കാണിച്ചതാണ്. യുദ്ധത്തിൽ മകനായ നിന്റെ ശക്തി പ്രത്യക്ഷമായി പൊരുതി കാണുവാൻ വന്നതാണ് അവൻ. അതുകൊണ്ടാണ് ഉണ്ണി, നിന്നെ ഞാൻ യുദ്ധത്തിന് പ്രേരിപ്പിച്ചത്. മകനെ, നിനക്ക് അണുപോലും പാപം ഏൽക്കുന്നതല്ല. എന്റെ ദിവ്യമായ മണി ഇതാ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. നോക്കൂ, ചത്ത നാഗങ്ങളെ നിത്യവും ഈ മണിയാണ് ജീവിപ്പിക്കുന്നത്. ഇത് നിന്റെ അച്ഛന്റെ മാറിൽ വെക്കുക. അപ്പോൾ കാണാം ജീവൻ വീണ പാണ്ഡുപുത്രനായ പാർത്ഥനെ. അത് കേട്ടപ്പോൾ ചാടി എഴുന്നേറ്റ് ബഭ്രുവാഹനൻ ഉലൂബിയിൽ നിന്നും മണി വാങ്ങി അച്ഛന്റെ നെഞ്ചിൽ വെച്ചു. അർജുനൻ നീണ്ട ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നവനെ പോലെ കലങ്ങിയ കണ്ണുകൾ തുടച്ചുകൊണ്ട് നിവർന്നിരുന്നു. ബഭ്രുവാഹനൻ പിതാവിനെ വന്ദിച്ചുകൊണ്ട് ഭവ്യതയോടെ മുന്നിൽ നിന്നു. അർജുനൻ എഴുന്നേറ്റ് മകനെ പുൽകി ആനന്ദ നിർവൃതി പൂണ്ടു. അപ്പോഴാണ് ശോകമുഖയായി നിൽക്കുന്ന ചിത്രാംഗതയെയും ഉലൂബിയെയും കണ്ടത്. അവരെ യുദ്ധഭൂമിയിൽ കണ്ടപ്പോൾ അത്ഭുതത്തോടെ എന്താണ് സംഭവിച്ചത് എന്നെല്ലാം അർജുനൻ മകനോട് ചോദിച്ചു. ഉലൂബി എല്ലാം പറയുമെന്ന് ബഭ്രുവാഹനൻ പറഞ്ഞപ്പോൾ അർജുനൻ അവളുടെ നേരെ നോക്കി. അപ്പോൾ പുഞ്ചിരിയോടെ അവൾ എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു. കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനൻ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി ഭീഷ്മനെ അമ്പെയ്തു വീഴ്ത്തിയ പാപത്തിനുള്ള പ്രായശ്ചിത്തമായിട്ടാണ് മകനാൽ അവൻ കൊല്ലപ്പെട്ടതെന്ന് ഉലൂബി വിശദീകരിച്ചു. മുത്തച്ഛനെ കൊന്നതിന് പ്രായശ്ചിത്തം ചെയ്യാതെ മരിച്ചുപോയാൽ അർജുനന് നരകത്തിൽ പോകേണ്ടി വരുമായിരുന്നു. പുത്രനാൽ മരണപ്പെട്ടത് അതിനുള്ള പ്രായശ്ചിത്തമാണ്. വസുക്കളും ഗംഗാദേവിയും കൂടി ഒരു ദിവസം അർജുനെ പറ്റി പറഞ്ഞത് ഉലൂബി കേൾക്കാനിടയായി. അതിപ്രകാരമായിരുന്നു: ശന്തനവനായ ഭീഷ്മനെ സവ്യസാചി വധിച്ചു. പോരിൽ പൊരുതാതെ നിൽക്കുന്ന സന്ദർഭത്തിലാണ് വധിച്ചത്. ഈ കാരണത്താൽ ഞങ്ങൾ അവനെ ശപിക്കുകയാണ്. അങ്ങനെയാകട്ടെ എന്ന് ഗംഗയും പറഞ്ഞു. ഉലൂബി തന്റെ അച്ഛനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ദുഃഖിച്ചിരിപ്പായി. അച്ഛൻ വസുക്കളെ പ്രസാദിപ്പിച്ച് ശാപമോക്ഷത്തിനായി യാചിച്ചു. വസുക്കൾ: പാർത്ഥന്റെ മകനായ ബഭ്രുവാഹൻ പോർക്കളത്തിൽ വെച്ച് അമ്പെയ്ത് കിരീടിയെ വീഴ്ത്തും. അത് ചെയ്യുകയാണെങ്കിൽ അവൻ ശാപം വിട്ട് മാറി കയറിക്കൊള്ളും. ഉരഗേശ്വര, ഭവാൻ പൊയ്ക്കൊള്ളുക. ആ വിവരം ഉടനെ അവൻ മകളായ ഉലൂബിയെ അറിയിച്ചു. അതുപ്രകാരം അർജുനനെ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാനാണ് അവൾ ബഭ്രുവാഹനനെ യുദ്ധത്തിനായി പ്രേരിപ്പിച്ച് അർജുനു നേരെ വിട്ടത്.
എല്ലാം കേട്ടപ്പോൾ അർജുനൻ ഉലൂപിയോട് പ്രസന്നവദനായി ഇപ്രകാരം പറഞ്ഞു: ദേവി, നീ ചെയ്തതെല്ലാം എനിക്ക് പ്രിയമായിരിക്കുന്നു. ചൈത്രമാസത്തിൽ നടക്കാനിരിക്കുന്ന അശ്വമേധ യാഗത്തിന് നേരത്തെ തന്നെ അമ്മമാരെ കൂട്ടി വരണമെന്ന് അർജുനൻ ബഭ്രുവാഹനനോട് സ്നേഹപൂർവ്വം ക്ഷണിച്ചു. എന്നിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. ഒരു ദിവസമെങ്കിലും തന്റെ രാജധാനിയിൽ താമസിച്ചേ പോകാവൂ എന്ന് ബഭ്രുവാഹനൻ നിർബന്ധിച്ചെങ്കിലും യാഗത്തിനായി ദീക്ഷയെടുത്ത തനിക്കത് പാടില്ലെന്ന് അർജുനൻ വാത്സല്യത്തോടെ മകനെ പറഞ്ഞു മനസ്സിലാക്കി. അങ്ങനെ ഭാര്യമാരുടെ സമ്മതത്തോടെ അവൻ വിടവാങ്ങി. അവിടെ നിന്ന് നേരെ ഹസ്തനപുരത്തേക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് മഗധരാജാവായ മേഘസന്ധി അശ്വത്തെ തടുത്തു. പക്ഷെ നിഷ്പ്രയാസം അർജുനൻ അവനെ തോൽപ്പിച്ചു വിട്ടു. യുധിഷ്ഠിരൻ പറഞ്ഞതോർത്ത് രാജാവിനെ വധിച്ചില്ല. അശ്വമേധ യാഗത്തിന് വരുവാനായി അവനെ ക്ഷണിച്ച ശേഷം മടക്കയാത്ര തുടർന്നു. മാർഗമധ്യേ ചേതി രാജാവിനോടും നിഷാദന്മാരോടും അർജുനന് യുദ്ധം ചെയ്യേണ്ടി വന്നു. എല്ലാ പോരാട്ടത്തിലും ജയിച്ചുകൊണ്ട് അവൻ യാത്ര തുടർന്നു. അങ്ങനെ ഗാന്ധാര രാജ്യത്തെത്തിയപ്പോൾ വീരനായ ശകുനിയുടെ മകൻ വലിയ ഒരു സൈന്യവുമായി ചെന്ന് അർജുനനോട് എതിരിട്ടു. ശകുനിയെ വധിച്ചതിൽ പകയുള്ള ഗാന്ധാരന്മാർ ഒറ്റക്കെട്ടായി നിന്ന് പൊരുതി. യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ ഗാണ്ഡീവത്തിൽ നിന്ന് വിടുന്ന ബാണങ്ങളാൽ ഗാന്ധാരന്മാരുടെ തലകൾ അറ്റുവീഴാൻ തുടങ്ങി. സൈന്യങ്ങൾ പേടിച്ച് അങ്ങുമിങ്ങും ഓടിയെങ്കിലും ശകുനീപുത്രൻ ധീരതയുടെ അർജുനനോട് പൊരുതിക്കൊണ്ട് തന്നെ നിന്നു. അവനോട് യുദ്ധം നിർത്തി പോവുകയാണ് നല്ലതെന്ന് അർജുനൻ ഉപദേശിച്ചിട്ടും അവൻ അതിന് തയ്യാറാകാതെ പോരാട്ടം തുടർന്നു. അപ്പോൾ അർജുനൻ അർദ്ധചന്ദ്രം എന്ന അമ്പെയ്ത് അവന്റെ തലപ്പാവെടുത്ത് ദൂരെ കൊണ്ടിരുന്നിട്ടു. അതിൽ നിന്ന് അർജുനന് ആ രാജാവിന്റെ തല അറുത്തു വീഴ്ത്താൻ പ്രയാസമില്ലെന്നും വേണ്ടെന്ന് വെച്ചിട്ട് മാത്രമാണ് അവനെ കൊല്ലാത്തതെന്നും ഗാന്ധാരന്മാർക്ക് മനസ്സിലായി. അവർ അതോടെ പോർക്കളത്തിൽ നിന്നും പിന്തിരിഞ്ഞു ഓടി. ആ സമയത്ത് മന്ത്രിമാരോടൊപ്പം രാജാവിന്റെ അമ്മ ശകുനി അമ്മാവന്റെ ഭാര്യ ഇറങ്ങി വന്ന് മകനെ യുദ്ധത്തിൽ നിന്നും പിന്മാറ്റി. വിശിഷ്ടമായ പൂജാദ്രവ്യങ്ങളുമായി അവർ അർജുനനെ സ്വീകരിച്ചപ്പോൾ പ്രസന്നവദനായി അവൻ അമ്മായിയെ വണങ്ങി. അവരെയെല്ലാം അശ്വമേധയാഗത്തിന് വരുവാനായി ക്ഷണിച്ച ശേഷം അർജുനൻ ഹസ്തിനപുരത്തേക്ക് മടങ്ങി. അർജുനൻ എല്ലാ രാജാക്കന്മാരെയും ജയിച്ച് തിരിച്ചു വരുന്ന വിവരം ചാരന്മാരാൽ അറിഞ്ഞ് യുധിഷ്ഠിരൻ അത്യധികം സന്തോഷിച്ചു. അനുജന്മാരെ വിളിച്ച് ആ സന്തോഷ വാർത്ത അറിയിച്ച ശേഷം യാഗത്തിനുള്ള പരിപാടികളെല്ലാം തയ്യാറാക്കി. ഭീമൻ യുധിഷ്ഠിരന്റെ ആജ്ഞയനുസരിച്ച് ശില്പികളെ വരുത്തി യാഗശാലയും അതിഥി മന്ദിരങ്ങളും വഴികളും മറ്റും നിർമ്മിച്ചു. നാനാ രാജ്യങ്ങളിലേക്കും ക്ഷണക്കത്തുകൾ ദൂതന്മാർ മുഖേന അയച്ചു. രാജാക്കന്മാർ കാലെ കൂട്ടി തന്നെ ധാരാളം രത്നങ്ങളും സ്വർണവും മറ്റും സാമഗ്രികളുമായി ഹസ്തിനപുരത്തെത്തി. മുനിമാരും ശിഷ്യന്മാരും വന്ന് യജ്ഞശാല നിറഞ്ഞു. എല്ലാവരെയും ധർമ്മപുത്രൻ വിധിവേലെ സ്വീകരിച്ചാദരിച്ചു. സമൃദ്ധമായ വിഭവങ്ങൾ എല്ലാവർക്കും നൽകി. ആ സന്ദർഭത്തിൽ വൃഷ്ണികളോടൊപ്പം കൃഷ്ണൻ യുധിഷ്ഠിരന്റെ അടുത്തെത്തി. ബലരാമൻ, സാത്യകി, പ്രത്യുമ്നൻ, ഗദൻ, നിഷടൻ, സാമ്പൻ, കൃതവർമാവ് എന്നിവരും കൃഷ്ണന്റെ കൂടെ ഉണ്ടായിരുന്നു. ഭീമൻ അവരെയെല്ലാം സ്വീകരിച്ച് തക്ക മന്ദിരങ്ങളിലേക്ക് അയച്ചു. അർജുനൻ എല്ലാ രാജാക്കന്മാരെയും തോൽപ്പിച്ച് അശ്വവുമായി ഉടനെ എത്തുമെന്ന വിവരം കേശവൻ യുധിഷ്ഠിരനെ അറിയിച്ചു. അതുകൊണ്ട് യാഗത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാമെന്നും ഭഗവാൻ അഭിപ്രായപ്പെട്ടു. ആ സമയത്ത് ഒരു ദൂതൻ വന്ന് അർജുനൻ ഹസ്തിനപുരത്ത് എത്താറായെന്ന് അറിയിച്ചു. എല്ലാവരും ആഹ്ലാദത്തോടെ വിജയശ്രീലാളിതനായി വരുന്ന മധ്യമ പാണ്ഡവനെ സ്വീകരിക്കാനായി മുന്നോട്ട് വന്നു. ധൃതരാഷ്ട്രനെ മുന്നിലാക്കി യുധിഷ്ഠിരനും അനുജന്മാരും കൃഷ്ണനും മറ്റുള്ളവരും ചെന്ന് അവനെ സ്വാഗതം ചെയ്തു. അർജുനൻ ധൃതരാഷ്ട്രന്റെയും ധർമ്മപുത്രരുടെയും പാദങ്ങളിൽ നമസ്കരിച്ച് ഭീമനെ വണങ്ങിയ ശേഷം കൃഷ്ണനെ സ്നേഹപൂർവ്വം ആലിംഗനം ചെയ്തു. കുശലപ്രശ്നങ്ങൾക്ക് ശേഷം വല്ലാതെ ക്ഷീണിച്ചിരുന്ന അവൻ വിശ്രമിക്കാനായി സ്വഗൃഹത്തിലേക്ക് പോയി. അർജുനന്റെ പുത്രനായ ബഭ്രുവാഹനനും ഭാര്യമാരായ ചിത്രാംഗതയും ഉലൂപിയും അവിടെ എത്തിച്ചേർന്നിരുന്നു. അവർ മുതിർന്നവരെയെല്ലാം കാൽക്കൽ കുമ്പിട്ട് നമസ്കരിച്ച ശേഷം കുന്തിയെ കാണാൻ പോയി. ചിത്രാംഗതയും ഉലൂപിയും
കുന്തിയെയും ദ്രൗപദിയെയും സുഭദ്രയെയും വണങ്ങി കുശലപ്രശ്നം ചെയ്തു. അവരെല്ലാം അതിഥികളെ സസന്തോഷം സ്വീകരിച്ച് രത്നങ്ങളും മറ്റും വിശേഷപ്പെട്ട ദ്രവ്യങ്ങളും സമ്മാനമായി കൊടുത്തു. ബഹുമാനത്തോടെ തങ്ങളെ വണങ്ങി നിൽക്കുന്ന ബഭ്രുവാഹന രാജാവിനെ ധൃതരാഷ്ട്രരും പാണ്ഡവന്മാരും കൃഷ്ണനും സ്നേഹപൂർവ്വം പുൽകി ആശീർവദിച്ചു.